നമസ്കാരം. ജെസിഎഫ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യുക എന്ന് കേൾക്കുമ്പോഴേ പലർക്കും വലിയൊരു ടെൻഷനാണ് അല്ലേ? എന്നാൽ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ കുറച്ചു സങ്കീർണമെന്ന് തോന്നാവുന്ന ഈ പ്രക്രിയയെ വളരെ സിമ്പിളായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിഷ്വൽ റോഡ്മാപ്പിലൂടെ നമുക്ക് പൊളിച്ചെടുക്കാം. കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സ്ലൈഡുകൾ നമ്മളെ സഹായിക്കും. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയർ 2026-27 ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ വർഷത്തെ പുതിയ ITR ഫോമുകൾ ഇപ്പോൾ ഇൻകം ടാക്സ് പോർട്ടലിൽ ഒഫീഷ്യലായി വന്നിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ധൈര്യമായിട്ട് തുടങ്ങാം. നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണിത്, 31. അതായത് 2026 ജൂലൈ 31. ഈ ഒരു തീയതിയാണ് നിങ്ങളുടെ ടാക്സ് ഫയലിംഗ് പൂർത്തിയാക്കാനുള്ള ഫൈനൽ ഡെഡ്ലൈൻ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ തീയതിക്ക് മുൻപ് തന്നെ തീർക്കണം. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ നമ്മൾ ഈ പ്രക്രിയയെ 6 ചെറിയ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് റെഡിയാക്കൽ, TDS പരിശോധന, ശരിയായ ITR ഫോം തിരഞ്ഞെടുക്കൽ, ടാക്സ് റെജീം തീരുമാനിക്കൽ, ഫയലിംഗ്, പിന്നെ അവസാനമായി ഡെഡ്ലൈനുകളും പിഴകളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കാം. ഡോക്യുമെന്റുകൾ റെഡിയാക്കൽ. ഇവിടെ ആദ്യം തന്നെ നിങ്ങളൊരു റെസിഡന്റ് ആണോ അതോ NRI ആണോ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയാമോ? നമ്മളിവിടെ കാണുന്ന ഈ ചുരുക്കം ചില രേഖകൾ മുൻകൂട്ടി എടുത്തുവെച്ചാൽ തന്നെ നിങ്ങളുടെ ഫയലിംഗ് ടെൻഷന്റെ ഒരു 90% അവിടെ തീരും. പാൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ തൊഴിലുടമ നൽകുന്ന ഫോം 16, പിന്നെ സാലറി സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് പ്രൂഫുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. ഇത്രയും കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു ഫയലിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഘട്ടം TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പരിശോധന. ഇതിനായി ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമായി. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. പോർട്ടലിലുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ AIS, അതുപോലെ ഫോം 26AS എന്നിവ നമ്മൾ നിർബന്ധമായും ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സാലറി വിവരങ്ങളും കമ്പനി പിടിച്ചെടുത്ത TDSഉം ഈ പോർട്ടലിലെ കണക്കുകളുമായി 100% മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം. മൂന്നാം ഘട്ടം ശരിയായ ITR ഫോം തിരഞ്ഞെടുക്കൽ. നിങ്ങളുടെ വരുമാനത്തിന്റെ സ്വഭാവമനുസരിച്ചാണ് ഏത് ഫോം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ ടേബിളിൽ കാണാം. നിങ്ങൾക്ക് സാലറി, ഒരു വീട്, പിന്നെ കുറച്ച് ബാങ്ക് പലിശയൊക്കെയാണെങ്കിൽ വളരെ സിമ്പിളായ ITR 1 അഥവാ സഹജ് ഫോം ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനോ വിദേശത്ത് എന്തെങ്കിലും ആസ്തികളോ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, നേരെ ITR 2ലേക്ക് പോകാം. ബിസിനസ്സോ അല്ലെങ്കിൽ ഫ്രീലാൻസിംഗോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ITR 3ഓ ITR 4ഓ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് കാര്യങ്ങൾ. ശരി, ഇനി നാലാം ഘട്ടത്തിലേക്ക് വരാം. ടാക്സ് റെജിം തിരഞ്ഞെടുക്കൽ. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണിത്. നിലവിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ പുതിയ ടാക്സ് റെജിം അഥവാ ന്യൂ ടാക്സ് റെജിമാണ് ഡീഫോൾട്ടായി സെലക്ടായി കിടക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഴയ ടാക്സ് റെജിമിലേക്ക് മാനുവലായി മാറാനും സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ, ഈ 2 സിസ്റ്റത്തിലും നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള ഡിഡക്ഷൻസ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിയമപരമായി നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നികുതി എവിടെയാണോ വരുന്നത് അത് ധൈര്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. ആ ചോയ്സ് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെ ടാക്സ് റെജീമും വരുമാനവും ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ 5ാം ഘട്ടമാണ് ഫയലിംഗ് പ്രക്രിയ. അതായത് സബ്മിഷനുമൊപ്പം വെരിഫിക്കേഷനും. ഈ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫൈനൽ ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും ബാലൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ, അതായത് സെൽഫ് അസസ്മെന്റ് ടാക്സ് ഉണ്ടെങ്കിൽ അത് ഓൺലൈനായി അടയ്ക്കാം. അതിനുശേഷം ITR ഫോം ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുക. ഇവിടെ തീർന്നില്ല കേട്ടോ. ഇതിനുശേഷം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പുണ്ട്, മാൻഡേറ്ററി ആയിട്ടുള്ള വെരിഫിക്കേഷൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളീ കാണുന്ന ലളിതമായ 3 ഡിജിറ്റൽ രീതികളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് റിട്ടേൺ വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത ഫയലിംഗ് മുഴുവനും ഇൻവാലിഡ് ആകും. ഒന്നുകിൽ ആധാർ OTP, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ്, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അഥവാ EVC. ഇതിലേതെങ്കിലും വഴി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഇനി അവസാനത്തെ 6ാം ഘട്ടം ഡെഡ്ലൈനുകളും പിഴകളും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഇത്ര ശ്രദ്ധിച്ചു ചെയ്യുന്നതെന്ന് ഇവിടെ വ്യക്തമാവും. നമ്മൾ ആദ്യം സംസാരിച്ച ആ ജൂലൈ 31 എന്ന ഡെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ ഫിനാൻഷ്യൽ പെനാൽറ്റികൾ ഉറപ്പാണ്.
പോരാത്തതിന് നിങ്ങൾ അടയ്ക്കാനുള്ള ടാക്സിന്മേൽ എക്സ്ട്രാ പലിശയും കയറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഡെഡ്ലൈൻ മിസ് ചെയ്യരുത്. ഒരു കാര്യം കൂടി, നമ്മുടെ NRI സുഹൃത്തുക്കൾക്ക് ഈ സമയത്ത് DTAA അഥവാ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് പ്രകാരമുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാനുണ്ടോ എന്ന് തീർച്ചയായും നോക്കാവുന്നതാണ്. നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ അത് നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ കാര്യങ്ങൾ ജൂലൈ മാസം വരെ നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ AIS ഡൗൺലോഡ് ചെയ്ത് ഒന്ന് പരിശോധിക്കുക. അതായിരിക്കട്ടെ സ്ട്രെസ് ഇല്ലാത്ത ഒരു ടാക്സ് ഫയലിംഗിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ എക്സ്പ്ലെയിനർ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതിനകം ചെക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ എന്തിനാണ് കാത്തുനിൽക്കുന്നത്? ഇന്ന് തന്നെ അതൊന്ന് നോക്കുക. വീണ്ടും കാണാം.